താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സംഘടനയിലെ ഒരു വിഭാഗം രംഗത്ത്. രാജി പ്രഖ്യാപിച്ച ശ്വേതയുടെ കമ്മിറ്റിക്ക് തിരിച്ചുവരാൻ കഴിയില്ലെന്ന് മാല പാർവതി, അൻസിബ ഹസൻ, ഉഷ ഹസീന, മായ വിശ്വനാഥ് എന്നിവർ ആരോപിച്ചു. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളടക്കം ഇവർ ശ്വേതയ്ക്കെതിരെ ഉന്നയിച്ചു. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നാലെ നടന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനും നന്ദി അറിയിച്ച് ശ്വേതാ മേനോൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കരുതെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും ഇരുവരും പറഞ്ഞതായും ശ്വേത കുറിപ്പിൽ അവകാശപ്പെട്ടു. ഓടിളക്കി വന്ന 10-15 പേരല്ല സംഘടന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടതെന്നും ഭൂരിപക്ഷം അംഗങ്ങളാണെന്നും അവർ കുറിച്ചു. ശ്വേതയുടെ അവകാശവാദം വിശ്വസിക്കുന്നില്ലെന്നും അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും പരസ്യമായി പ്രതികരിക്കട്ടെയെന്നും അൻസിബ പറഞ്ഞു. നടൻ ടിനി ടോമിനെതിരെ നൽകിയ പരാതിയിൽ മൊഴി നൽകാൻ അൻസിബ ഇന്നലെ വൈകിട്ട് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. 1 മണിക്കൂറോളം കാത്തിരുന്നിട്ടും ഉദ്യോഗസ്ഥൻ എത്തിയില്ല. അതോടെ മടങ്ങി. രമേശ് പിഷാരടി MLA കൺവീനറായി രൂപീകരിച്ച അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റിക്ക് നിയമസാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ശ്വേത നൽകിയ ഹർജിയിൽ മുൻസിഫ് കോടതി സ്റ്റേ അനുവദിച്ചിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് പിഷാരടി ആസ്ഥാനം രാജിവെച്ചു. രാജി പ്രഖ്യാപിച്ച ശ്വേതാ മേനോനും രമേശ് പിഷാരടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്ന സംഭവത്തിൽ ഇത് ലീക്കായതല്ലെന്നും റിലീസായതാണെന്നും രമേശ് പിഷാരടി പ്രതികരിച്ചു. ഇതിൽ വ്യക്തിപരമായി വേദനയുണ്ടെന്നും കോടതി വഴി പോരാടി അധികാരത്തിൽ കടിച്ചു തൂങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബ്ദരേഖയിൽ ചില ഭാഗങ്ങൾ നിശബ്ദമാക്കി പുറത്തുവിട്ടത് രമേശ് പിഷാരടിയെ അപമാനിക്കാനാണെന്നും നടി മാല പാർവതി ആരോപിച്ചു. ശ്വേതാ മേനോൻ BJPയിൽ നിന്നും 2 കോടി ഫണ്ട് വാങ്ങിയെന്ന ആരോപണം അൻസിബയെ അനുകൂലിക്കുന്നവർ ഇന്നലെ ആവർത്തിച്ചു. അദാനി ഗ്രൂപ്പിൽ നിന്ന് ശ്വേതാ മേനോൻ വഴി 15 കോടി സംഭാവനയായി നൽകുമെന്ന് BJP നേതാവ് പത്മജ മേനോൻ പറയുന്നതിന്റെ ശബ്ദരേഖയും മാല പാർവതി കേൾപ്പിച്ചു. ഇത് അമ്മ സംഘടനയ്ക്ക് വേണ്ടെന്നും അവർ വ്യക്തമാക്കി. ഇനി പരാതി നൽകില്ലെന്ന് പറഞ്ഞ് മാപ്പെഴുതി നൽകണമെന്ന് രമേശ് പിഷാരടി ആവശ്യപ്പെട്ടെന്ന് വിമർശനം ഉന്നയിച്ച അൻസിബ പിന്നീട് തിരുത്തി. 2 കൂട്ടരോടും സംസാരിച്ച ശേഷം ടിനി ടോമിന്റെ ഭാഗത്തെ ആവശ്യം തന്നെ അറിയിക്കുകയാണ് പിഷാരടി ചെയ്തതെന്നാണ് തിരുത്തിയത്. അമ്മ കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പിൽ 1 കോടി രൂപ ലഭിക്കുമെന്ന് ശ്വേതാ മേനോനാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറഞ്ഞതെന്നും കരാറിൽ ഇത് 75 ലക്ഷമായി കുറഞ്ഞെന്നും മുൻ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ പറഞ്ഞു. മതസ്ഥാപനം സ്പോൺസർഷിപ്പിലേക്ക് വരുന്നതിനെയാണ് താൻ എതിർത്തതെന്നും അൻസിബ വ്യക്തമാക്കി. ജനറൽ ബോഡിയിൽ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ശ്വേത രാജി പ്രഖ്യാപിച്ചു പോയെന്ന് മാല പാർവതി ആരോപിച്ചു. ശ്വേതയുടെ കമ്മിറ്റിയുടെ കണക്കുകൾ പാസ്സാകാതെ വന്നതോടെ ആ കമ്മിറ്റിക്ക് നിയമസാധുത നഷ്ടമായെന്നും അതിനാൽ ഇടക്കാല സംവിധാനമായി പോലും തുടരാൻ അർഹതയില്ലെന്നുമാണ് ഇവരുടെ വാദം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.